नमस्ते बच्चों, सब कैसे हो? ठीक है ना? तो हमें पहला दुआ बोलनी चाहिए। रब्बी अस्सिर वलातु अस्सिर व तमिन बिल है व बिकनस्तहीनु या फत्ताहु रब्बी सिदनी इल्मा रब्बी सिदनी इल्मा रब्बी सिदनी इल्मा। तो चलिए, तो हम एक कहानी पढ़ चुका था। उस कहानी का नाम क्या था? एक दिन जब घड़ी रुक गई। तो एक और बार मैं इसका वाचन करती हूँ और इसका मलयालम मीनिंग भी बोलती हूँ. तो एक റിവിഷൻ है, ഇതൊരു റിവിഷൻ പോലാണ് കേട്ടോ. അപ്പം നമ്മളിത് ഓരോ പാരഗ്രാഫ് വെച്ചിട്ടാണ് ഓരോ പാർട്ട് പഠിച്ചത്. അപ്പം ഈ തവണ മിസ് ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു തരും. എല്ലാവരും ആദ്യം മുതൽ ഇടയ്ക്ക് ചില പാർട്ടുകളൊക്കെ മിസ്സായി പോയ ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തൊട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 18. तो पाठ का नाम क्या था? एक दिन जब घड़ी रुक गई थी. तो चलिए शुरू करते हैं. एक था गुलगुल सिंह. वह कुशीनगर नाम के शहर में रहता था. वह सबसे ज़्यादा खुश रहने वाला व्यक्ति था. गुलगुल सिंह का काम शहर की सभी घड़ियों के समय की देखरेख करना था. ഒരിടത്ത് ഒരു ഗുൽഗുൽ സിംഹ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പട്ടണത്തിൻ്റെ പേര് ഖുഷീനഗർ എന്ന പട്ടണത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം വളരെയധികം സന്തോഷവാനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി പട്ടണത്തിലെ എല്ലാ വാച്ചുകളും കൃത്യസമയത്തിലാണോ ഓടുന്നത് എന്നുള്ളതൊക്കെ തിരക്കുക, അതിനെ പരിപാലനം ചെയ്യുക, അതിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഷഹർ മേം എക് ബഡി ഘടി ഥി. പട്ടണത്തിൽ ഒരു വലിയ വാച്ചുണ്ടായിരുന്നു. വഹ സുബഹ് സൂരജ് ഉഗനെ പർ ബജ്തി ഥി. അത് സൂര്യൻ ഉണരുന്നതിന് മുൻപ് തന്നെ ബെല്ലടിക്കുമായിരുന്നു. ടിങ് ടോങ് ടിങ് ടോങ് और सभी लोग जाग जाते थे. അപ്പോൾ ഈ ബെല്ലടി ശബ്ദം കേട്ടിട്ട് എല്ലാ ജനങ്ങളും ഉണരുമായിരുന്നു. ഗുൽഗുൽ സിംഹ ഉസ് ഘടി കോ സഹി സമയ പർ ബജാതാ ഥാ. ഗുൽഗുൽ സിംഹ ഈ വാച്ചിനെ കറക്റ്റ് സമയത്ത് തന്നെ എന്ത് ചെയ്യും, ബെല്ലടിപ്പിക്കുമായിരുന്നു. इसलिए सारा शहर गुलगुल सिंह से बहुत खुश था. അതുകൊണ്ട് തന്നെ പട്ടണത്തിലെ എല്ലാ ആൾക്കാരും ഗുൽഗുൽ സിംഹനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. एक दिन चारों दिशाओं पूर्व पश्चिम उत्तर दक्षिण से आने वाली हवाएं एक ही जगह पर खेलने आ गई. ഒരു തവണ ഒരു ദിവസം 4 ദിശകളിൽ നിന്നുള്ള ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്, കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ദിശകളിൽ നിന്നുള്ള കാറ്റുകൾ എല്ലാവരും കൂടി ഒരു വശത്ത് ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. എന്നിട്ടോ കളിക്കാൻ തുടങ്ങി. പൂർവ്വ ദിശാക്കി ഹവാനെ കഹ. പൂർവ്വ ഈസ്റ്റ് സൈഡിലുള്ള കാറ്റു പറഞ്ഞു, ഹം സഭി മിൽക്കർ ഗുൽഗുൽ സിംഹ കെ സാത്ത് ഏക് ഖേൽ ഖേലെങ്കെ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഗുൽഗുൽ സിംഹിനെ ഒന്ന് കളിപ്പിക്കാം. ജോ ഭി ഹവ ഉസെ ഹറായേഗി വഹി ജീത് ജായേഗി. ഏത് കാറ്റാണോ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത് അവൻ ജയിക്കും. സബി ഹവാവോനെ ഏക് സാത്ത് ഖുഷ് ഹോക്കർ കഹ. എല്ലാ കാറ്റുകളും ഒരുമിച്ച് സന്തോഷത്തോടെ പറയാൻ തുടങ്ങി. അരെ വാഹ് ബഹുത് മസ ആയേഗ. ഈ കളി വളരെയധികം എൻജോയ്മെൻ്റ് ഉള്ള സന്തോഷം തരുന്ന കളിയാണ്. ഖേൽ ശുരു ഹുവ. കളി തുടങ്ങി. ഗുൽഗുൽ സിംഹ ഘർ സെ ബാഹർ ആയ. ഗുൽഗുൽ സിംഹ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവർ ബാസാർ കി ഓർ ചലനെ ലഗ. എന്നിട്ടോ ചന്തയിലേക്ക് നടന്നുപോയി. സബ്സെ പെഹലെ പൂർവ്വ ദിശാക്കി ഹവാനെ കഹ. ആദ്യം തന്നെ പൂർവ്വ ദിശയിലെ കാറ്റു പറഞ്ഞു, മേ വർഷാക്കോ ബുലാവുങ്കി. ഞാൻ മഴയെ വിളിക്കാം. ഓർ ഗുൽഗുൽ സിംഹക്കോ ഭിഗോ ദൂങ്കി. എന്നിട്ടോ ഗുൽഗുൽ സിംഹിനെ ഞാൻ നനയിക്കും. അച്ചാനക്ക് വർഷ ഹോനെ ലഗി. പെട്ടെന്ന് തന്നെ മഴ പെയ്തു തുടങ്ങി. ലേക്കിൻ ഗുൽഗുൽ സിംഹയ്ക്ക് പാസ് തോ ഛാത്താ ഥാ. എന്നാൽ ഗുൽഗുൽ സിംഹിന്റെ കയ്യിൽ കുടയുണ്ടായിരുന്നു. ഉസ്നെ ഛാത്താ ഖോല ഓർ വഹ് ഭീഗിനെ സെ ബച്ച് ഗയ. അദ്ദേഹം തന്റെ കുടയെടുത്തു മഴ നനയുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഉസ്കെ ബാദ് പശ്ചിം ദിശാക്കി ഹവാനെ തേസ് ഭൂക് മാരി. അത് കഴിഞ്ഞപ്പോൾ വെസ്റ്റ് സൈഡിലുള്ള പടിഞ്ഞാറ് ദിശയിലുള്ള കാറ്റ് വളരെയധികം ശക്തമായിട്ട് വീശാൻ തുടങ്ങി. ഔർ അചാനക് ബർഫ് ബാരി ഹോനയിലേക്ക്. പെട്ടെന്ന് തന്നെ മഞ്ഞുവീഴ്ചയുണ്ടായി. ലേക്കിൻ ഗുൽഗുൽ സിംഹനെ ഗരം കോട്ട് പഹൻ രക്കാ ഥാ. എന്നാൽ ഗുൽഗുൽ സിംഹ് തൻ്റെ ചൂട് കോട്ടെടുത്ത് ധരിച്ചു. ഉസ്നെ കോട്ട് കോ അപ്നെ ശരീർ കെ ചാരോ മോർ ലപേട്ട് ലിയ. അദ്ദേഹം തൻ്റെ കോട്ടെടുത്ത് ശരീരത്തിന് 4 ചുറ്റുമായിട്ട് എന്ത് ചെയ്തു, മൂടി പൊതച്ചു. വഹ് ബർഫ് ബാരി സെ ബച്ച് ഗയ. അദ്ദേഹം മഞ്ഞുവീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു. തഭി ഉത്തർ ദിശാക്കി ഹവ തേസ് ചന്നെ ലഗി. അപ്പോഴാണ് ഉത്തർ ദിശ വടക്ക് ഭാഗത്തു നിന്ന് എന്ത് ചെയ്തു, കാറ്റ് അതിശക്തമായി വീശാൻ തുടങ്ങി. തേസ് ഹവാസെ സഭി പേട് ചുഗയും. വളരെ ശക്തമായ കാറ്റിൽ മരങ്ങളെല്ലാം തല കുനിക്കാൻ തുടങ്ങി. മരങ്ങളെല്ലാം ആടി ഉലയാൻ തുടങ്ങി. ഉൻകെ പത്തേ ഛഡ്ഗയെ. ശക്തമായ കാറ്റിൽ മരങ്ങളിലെ ഇലകളെല്ലാം തന്നെ പൊഴിഞ്ഞു വീഴാൻ തുടങ്ങി.
लेकिन गुलगुल सिंह तब तक अपने घर पहुंच गया था. എന്നാൽ ആ ശക്തമായ കാറ്റിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും ആ സമയത്തേക്ക് അദ്ദേഹം വീട്ടിലെത്തിച്ചേരുകയും ചെയ്തു. तो वह तुरंत घर के अंदर चला गया. എന്നിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് വീടിനകത്തേക്ക് കയറിപ്പോന്നു. अब दक्षिण दिशा की हवा की बारी थी. ഇപ്പോൾ സൗത്ത് ദിശയിലെ കാറ്റിൻ്റെ ടേൺ ആണ്. അയാളുടെ എന്താണ് അടുത്ത ഊഴം സൗത്ത് ദിശയിലെ കാറ്റാണ്, തെക്ക് ദിശയിലെ കാറ്റാണ്. വഹ് ധീരെ ധീരെ ചൽത്തി ഹുയി. അത് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി. ഖിഡ്കി കെ രാസ്തേ സെ ഗുൽഗുൽ സിംഹ് തക്ക് പഹുഞ്ച് ഗയി. ജനാലയിലൂടെ കാറ്റ് മന്ദം മന്ദം ഗുൽഗുൽ സിംഹ് കിടക്കുന്നിടത്ത് വന്നെത്തിച്ചേർന്നു. ഉസ്നെ ഗുൽഗുൽ സിംഹക്കോ സുലാദിയ. എന്നിട്ടോ ഈ മന്ദമായ കാറ്റ് എന്ത് ചെയ്തു? ഗുൽഗുൽ സിംഹിനെ ഉറക്കിക്കളഞ്ഞു. ഗുൽഗുൽ സിംഹ് സോത്താറഹ. അദ്ദേഹം ഉറങ്ങിക്കൊണ്ടേയിരുന്നു. ഏക് പൂരാ ദിൻ, ഒരു പൂർണ്ണമായ ദിവസം. ഏക് പൂരാ ഹഫ്ത, ഒരാഴ്ച മുഴുവനും. ഏക് പൂരാ മഹീന, ഒരു മാസം മുഴുവൻ. ഏക് പൂരാ സാൽ, ഒരു വർഷം മുഴുവൻ അദ്ദേഹം ഉറങ്ങിക്കൊണ്ടേയിരുന്നു. ഗുൽഗുൽ സിംഹ് കെ സോ ജാനെ സെ ഷഹർ കി ബഡി ഘടി റുക് ഗയി. അദ്ദേഹം ഉറങ്ങിയപ്പോഴത്തേക്കും ആ പട്ടണം ആകെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉറങ്ങാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഉറക്കത്തോടുകൂടി പട്ടണത്തിൻ്റെ ആ വലിയ വാച്ച് നിന്നുപോയി. ആ വാച്ച് വർക്ക് ചെയ്യുന്നൊരു വാച്ച് ഉണ്ടായിരുന്നു, അതെന്ത് ചെയ്തു? നിന്നുപോയി. സെറ സോച്ചിയെ സമയ രുക് ജാനെ സെ ക്യാ ക്യാ ഗഡ്ബഡ് ഹുയി ഹോഗി. ഒന്ന് ആലോചിച്ച് നോക്കൂ, സമയം നിന്നു പോയാൽ എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാം, അത് നമ്മളെ എങ്ങനെ നമുക്കത് നേരിടേണ്ടി വരും എന്നുള്ളത്. സമയ രുക് ജാനെ സെ സബ് കുച്ച് റുകയ. സമയം നിന്നപ്പോൾ എല്ലാം തന്നെ നിന്നുപോയി. ചിടിയോനെ ചഹചഹാന ബന്ദ് കർ ദിയ. പക്ഷികൾ ചിലയ്ക്കുന്നത് നിന്നു. സൂരജ് സുബഹ് ദേർ തക് സോനെ ലഗ. സൂര്യൻ വളരെയധികം നേരം എന്ത് ചെയ്തു? ഉറങ്ങാൻ തുടങ്ങി. ഓർ സഭി ലോഗ് ഭി ദേർ തക് സോത്തെ രഹത്തെ थे. എല്ലാ ജനങ്ങളും ഇതുപോലെ ഒരുപാട് നേരം ഉറങ്ങാൻ തുടങ്ങി. സപ്താഹ കെ സഭി ദിനോ കാ ക്രമം ബദൽ ഗയ. ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളുടെയും ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ തുടങ്ങി, ഓർഡർ തെറ്റാൻ തുടങ്ങി. बच्चे सोमवार को पाठशाला जाने की जगह खेल रहे थे. കുട്ടികൾ തിങ്കളാഴ്ച സ്കൂളിൽ പോകുന്നതിന് പകരം കളിക്കാൻ തുടങ്ങി. और रविवार को पाठशाला जा रहे थे. എന്നിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ സ്കൂളിൽ പോകാനായി ഒരുങ്ങി നിന്നു. अगस्त के महीने में बर्फ गिर रही थी. ആഗസ്റ്റ് മാസം ബർഫ് അതായത് മഞ്ഞ് വീഴാൻ തുടങ്ങി. സർദിയോമേ ജബ് ബച്ചെ ബർഫുമേ ഖേൽനാ ചാഹത്തെ थे. എന്നാൽ കുട്ടികൾ ഈ മഞ്ഞ് വാരി കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു. തബ് കൈ ദിനോ തക് സൂരജ് കി ധൂപ് നിക്കലി രഹി. അപ്പോൾ ഒരുപാട് ദിവസങ്ങളോളം സൂര്യൻ്റെ പ്രകാശം വീണുകൊണ്ടേയിരുന്നു, അതായത് സൂര്യൻ അസ്തമിക്കാതെയായി. ലേക്കിൻ ഗുൽഗുൽ സിംഹ കി ജാദുയി ഘടി അഭി ഭി ചൽ രഹി തി. എന്നാൽ ഗുൽഗുൽ സിംഹിൻ്റെ മാജിക് വാച്ച് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചീസോ കോ ഇത്തനാ ഗഡ്ബഡ് ഹോത്തെ ഹുയെ ദേഖ് കർ ഗുൽഗുൽ സിംഹ കി ജാദുയി ഘടി അചാനക് ബെച്ചൂഠി. ട്രിങ് ട്രിങ്. വസ്തുക്കൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള പട്ടണത്തിലെ ഓരോരോ കാര്യങ്ങളൊക്കെ തെറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇത് കണ്ട് നമ്മുടെ ഗുൽഗുൽ സിംഹിൻ്റെ ഒരു മാജിക് വാച്ച് ഉണ്ടായിരുന്നു. ആ വാച്ച് എന്ത് ചെയ്തു? വളരെ ശക്തമായിട്ട് ബെല്ലടിക്കാൻ തുടങ്ങി. ട്രിങ് ട്രിങ് ബെല്ലടിക്കാൻ തുടങ്ങി. ജോർദാർ ആവാസെ ഗുൽഗുൽ സിംഹ് ജാഗയ. വളരെ ശക്തമായ ശബ്ദം കേട്ട് ഗുൽഗുൽ സിംഹ് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. വഹ് ശരാർത്തി ഹവാവോ പർ ബഹുത്ത് ഗുസ്സാ ഹുവ. അദ്ദേഹം ഈ കുസൃതി നിറഞ്ഞ കാറ്റുകളോട് വളരെയധികം ദേഷ്യപ്പെട്ടു. ഗുൽഗുൽ സിംഹനെ ജൽദി സെ ബഡി ഘടി കോ ഠീക് കിയ. അദ്ദേഹം പെട്ടെന്ന് തന്നെ പട്ടണത്തിൽ പോയി ആ വലിയ ക്ലോക്ക് ശരിയാക്കി. और सभी चीज़ें ठीक हो गई. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തായി? നേരെയാകാൻ തുടങ്ങി. സപ്താഹ കെ ദിൻ ഫിർ സെ അപ്നെ ക്രമ മേ ആ ഗയേ. ആഴ്ചകളുടെ ദിവസങ്ങളെല്ലാം കറക്റ്റ് ക്രമമായിട്ട് വന്നു. മഹീനോ കാ ക്രമ ഭി ठीक हो गया. മഹീന മാസങ്ങളുടെ ക്രമങ്ങളും എല്ലാം ശരിയാകാൻ തുടങ്ങി. സബ് കുച്ച് പഹലെ ജൈസാ ഹി സുന്ദർ ഹോ ഗയ. എല്ലാം പണ്ടത്തേതുപോലെ തന്നെ സുന്ദരമായി. സാരെ ഷഹർ കോ ഖുഷ് ദേക്കർ ഗുൽഗുൽ സിംഹ് ഭി ഖുഷ് ഹോ ഗയ. എല്ലാ പട്ടണത്തിലെ എല്ലാ ജനങ്ങളും എല്ലാവരും സന്തോഷിക്കാൻ തുടങ്ങിയത് കണ്ടപ്പോൾ ഗുൽഗുൽ സിംഹിനും വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി, മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു പാർട്ട് കാണുമ്പോൾ ഈ സ്റ്റോറി കംപ്ലീറ്റ് ഫുൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഈ സ്റ്റോറി ഇത് റിവിഷനാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഇത് തന്നിട്ടുള്ള മീനിങ്സും ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥങ്ങളും സമാനാർത്ഥം എല്ലാം എന്ത് ചെയ്യുക? നല്ലതുപോലെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഇതിലുണ്ടെങ്കിൽ ചോദിക്കുക. तो हमें अगले क्लास में मिलेंगे. धन्यवाद.